ഇപ്പോൾ ചെമ്മീൻ തല കിട്ടാറേയില്ലടാ. എനിക്ക് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ആളാണ് എൻ്റെ പുതിയ ഗസ്റ്റ്. ഇപ്പോൾ പ്രസവിക്കാറാവുമ്പോൾ എൻ്റെ അടുത്ത കറി വന്നതാ. 4 കുട്ടികളായിട്ടോ. അങ്ങനെ ആൾക്കത് കൊടുത്തു. പിന്നെ എല്ലാം കഴുകി വെച്ച് ചെമ്മീനെ അതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ കുറച്ച് തൈര്, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി വെച്ചു കേട്ടോ. കുറച്ച് സമയം അവിടെ മാറ്റി വെച്ചിരുന്നേ, റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ അതിൽ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്തത്. ആ വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ. അതിൽ കാര്യമായിട്ട് എണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. വഴറ്റിയെടുത്തതിന് ശേഷം സെയിം മസാലകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം മോന് മാത്രം വേണ്ടിയിട്ടായിരുന്നേ, അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ മസാല മസ്റ്റാണ്, അവന് കുറേ വേണം. പിന്നെ തക്കാളി ഞാൻ ഓൾറെഡി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ക്യൂബാക്കിയിട്ട്. അപ്പോൾ അതെടുത്തു, അതൊരു 3 അത് ആഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ ജീരകം, പെരിഞ്ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ അതും കൂടി ആഡ് ചെയ്ത് കേട്ടോ. അവസാനമായിട്ട് ഒന്ന് ജസ്റ്റ് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തു. ഉള്ളി, പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് നെയ്ച്ചോറ് അത് ഒന്ന് ജസ്റ്റ് ദമ്മ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദമ്മ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാണ്. ആദ്യം ചോറിട്ടു, അതിന് ശേഷം മസാലകളെല്ലാം ഇട്ട് ഒന്നുകൂടെ കുറച്ച് ചോറും കൂടി ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിലേക്ക് മുകളിൽ കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് അങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ.